ഇടതൈക്യം തെരഞ്ഞെടുപ്പ് സഖ്യം മാത്രമല്ല സിപിഎം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പറഞ്ഞു. കോൺഗ്രസിനും ബിജെപിക്കും ബദലായി ഇടത് ജനാധിപത്യ ഐക്യം ശക്തിപ്പെടുത്തുകയാണ് പാർട്ടി കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. വിശാഖപട്ടണത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സിപിഎം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്. അടവ് നയം അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച നാളെ പൂർത്തിയാക്കുമെന്നും കാരാട്ട് അറിയിച്ചു. അംബേദ്കറുടെ ജന്മവാർഷികം ആഘോഷിക്കുന്ന ഈ വർഷം ദളിതരുടെ പ്രശ്നം പരിഹരിക്കാൻ പാർലമെന്റിൽ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് പാർട്ടി കോൺഗ്രസ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കോൺഗ്രസിനും ബിജെപിക്കുമെതിരായി ഇടതു ജനാധിപത്യ ഐക്യം ശക്തമാക്കുകയാണ് കരട് അവലോകന നയം ലക്ഷ്യമിടുന്നത്. മൂന്നാം മുന്നണി നിലവിലെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല. വിശാല ഐക്യമെന്ന നിലയിൽ പ്രാദേശിക തലത്തിൽ AIDMK, ബിജു ജനതാദൾ, തെലുങ്കുദേശം പോലുള്ള പാർട്ടികളുമായി കൂട്ടുചേർന്നെങ്കിലും ഇവർ ബൂർഷ്വാ പാർട്ടികളായിരുന്നു. ബദൽ ശക്തികളാകാൻ ഇവർക്ക് കഴിയില്ലെന്നാണ് അടവ് നയ അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഇടതു ജനാധിപത്യ സഖ്യം ശക്തിപ്പെടുത്തുകയാണ് ഇനിയുള്ള ലക്ഷ്യമെന്ന് കാരാട്ട് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കരട് രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന് പാർട്ടി കോൺഗ്രസിൽ പൊതു സ്വീകാര്യത ലഭിച്ചെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. Our focus in the review is the independent growth of the CPIM and also how far we have been able to advance towards forging an alliance of all the left and democratic forces. കരട് അവലോകന നയത്തിന്മേലുള്ള ചർച്ച നാളെ പൂർത്തിയാകും. കേരളത്തിൽ നിന്നും P. രാജീവ്, VV ദക്ഷിണാമൂർത്തി, TN സീമ, MB രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കരട് റിപ്പോർട്ടിന്മേൽ 1432 ഭേദഗതികളും 136 നിർദ്ദേശങ്ങളും പാർട്ടിക്ക് ലഭിച്ചു. ഇതിൽ 29 ഭേദഗതികൾ സ്വീകരിച്ചു. പ്രാദേശിക തലത്തിൽ സഖ്യരൂപീകരണത്തിന് സംസ്ഥാന ഘടകങ്ങൾക്ക് രാഷ്ട്രീയ കരട് അവലോകന റിപ്പോർട്ട് സ്വാതന്ത്ര്യം നൽകുന്നു. എന്നാൽ കേരളത്തിൽ മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളോടുള്ള നിലപാടിൽ മാറ്റമില്ലെന്ന് കാരാട്ട് അറിയിച്ചു. And as far as the CPIM is concerned, our stand in Kerala about the Muslim League, everybody knows. I don't think there's any doubt about that. രണ്ട് പ്രമേയങ്ങളും പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ടു. ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കണമെന്നാണ് ഒന്നാമത്തെ പ്രമേയം. ദളിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് വിളിച്ചു ചേർക്കണമെന്ന പ്രമേയമാണ് രണ്ടാമത്തേത്. അംബേദ്കറുടെ 125ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ പ്രത്യേക സമ്മേളനത്തിന് പ്രാധാന്യമുണ്ടെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. ബൂർഷ്വാ വർഗീയ പാർട്ടികൾക്കെതിരെ ഇടതൈക്യം ശക്തിപ്പെടുത്തണമെന്ന പൊതു അഭിപ്രായമാണ് പ്രതിനിധി സമ്മേളനത്തിലുണ്ടായത്. ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് സംസാരിച്ച എല്ലാ പ്രതിനിധികളും ഇക്കാര്യത്തിൽ ഏക അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. സമ്മേളന വേദിയിൽ നിന്നും ക്യാമറാമാൻ ദിലീപ് ഗോപിക്കൊപ്പം സന്തോഷ് സർലിംഗ്. പാർട്ടി കോൺഗ്രസിന്റെ തിരക്കിനിടയിലും നേതാക്കൾ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കണ്ടെത്തി. യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ ഒരുമിച്ചാണ് നടക്കാൻ ഇറങ്ങിയത്. പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ബസ്ദേവ് ആചാര്യ, മുഹമ്മദ് യൂസഫ് തരിഗാമി, ജനാർദ്ദൻ പതി തുടങ്ങിയവർ വിശാഖപട്ടണം രാമകൃഷ്ണ ബീച്ചിലാണ് നടക്കാനിറങ്ങിയത്. സമ്മേളന വേദിക്ക് സമീപമാണ് വിശാഖപട്ടണത്തിന്റെ മുഖമുദ്രയായ ബീച്ച്. പ്രഭാത നടത്തത്തിനിറങ്ങിയ ആന്ധ്രയിലെ നേതാക്കൾക്കൊപ്പം പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്തായിരുന്നു നേതാക്കളുടെ നടത്തം. പാർട്ടി കോൺഗ്രസ് റിപ്പോർട്ട് ചെയ്യാനായി എത്തിയ കേരളത്തിലെ മാധ്യമങ്ങൾ യെച്ചൂരിയുടെ പ്രഭാത നടത്തവും ക്യാമറയിലാക്കി ഒപ്പം നടന്നു. പാർട്ടി കോൺഗ്രസിന്റെ തിരക്കിട്ട കാര്യപരിപാടികൾക്കിടയിലുള്ള പ്രഭാത നടത്തം നല്ലതാണെന്നാണ് സീതാറാം യെച്ചൂരിയുടെ അഭിപ്രായം. കേരളത്തിൽ ഇന്ന് വിഷു ആണെന്ന് അറിയിച്ചപ്പോൾ ആശംസ നേരാനും യെച്ചൂരി മറന്നില്ല. First thing for all of you in Kerala, my brothers and sisters, a very happy Vishu. So I hope there's a better year for all of us. So morning walk, it's compared to what we are used to in Delhi, it's the sun rises much faster because it's the East Coast. No? So I think we should advance. The first morning walk, we advance the walk by another 1 hour. ഇതിനിടയിലും ചിലർക്കറിയേണ്ടത് രാഷ്ട്രീയം. ആരായിരിക്കും പുതിയ ജനറൽ സെക്രട്ടറി എന്ന പതിവ് ചോദ്യത്തിന് തികച്ചും പാർട്ടി തീരുമാനത്തിൽ മറുപടി. Media has its job to do, we have our job to do. So leave us with our discussions and decisions, and we will take the correct, appropriate decisions in accordance with the responsibilities before the party today and in accordance with the conditions before us in our country and the people. ഏകദേശം 1 മണിക്കൂറോളം നേതാക്കൾ കടപ്പുറത്ത് ചെലവഴിച്ചു. പിന്നീട് മുറിയിലേക്ക് മടങ്ങി. തുടർന്ന് പാർട്ടി കോൺഗ്രസിന്റെ തിരക്കുകളിലേക്ക്. വിശാഖപട്ടണത്തു നിന്നും ക്യാമറാമാൻ രാജീവ് കർണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. പാർട്ടി കോൺഗ്രസിന് ആതിഥ്യമരുളുന്ന വിശാഖപട്ടണത്തെ CPM പ്രവർത്തകരും അനുഭാവികളും സമ്മേളനത്തിന് കൊടിയുയർന്നതോടെ ആവേശത്തിലായി. ആന്ധ്രയുടെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്ന് പോലും നിരവധി പാർട്ടി പ്രവർത്തകരാണ് കുടുംബാംഗങ്ങളോടൊപ്പം സമ്മേളന നഗരിയിലേക്ക് എത്തുന്നത്.
പാർട്ടി കോൺഗ്രസിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് പ്രവർത്തകർ തുറമുഖ നഗരത്തിലെ പാർട്ടിയുടെ ബഹുജന അടിത്തറ വിളിച്ചോതി. സമ്മേളന നടപടികൾ ആരംഭിക്കുന്നതിന് ഏറെ മുൻപ് തന്നെ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ എത്തിക്കൊണ്ടിരുന്നു. രക്തപതാകയ്ക്ക് അഭിവാദ്യമർപ്പിച്ച് ഏതാനും CITU പ്രവർത്തകർ അവതരിപ്പിച്ച സംഘഗാനം ആവേശമായി. ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ സമ്മേളന സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ആദിവാസി കലാസംഘം നൃത്തരൂപവുമായി എത്തിയത് സമ്മേളന നഗരിയിൽ ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചു. പാർട്ടി പ്രവർത്തകർ കുടുംബാംഗങ്ങളോടൊപ്പം ആവേശത്തോടെയാണ് സമ്മേളന നടപടികൾ വീക്ഷിക്കാനായി എത്തുന്നത്. പ്രതിനിധി ഹാളിനുള്ളിൽ ഗൗരവതരമായ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ആവേശകരമായ രാഷ്ട്രീയ വർത്തമാനങ്ങളിലായിരുന്നു പുറത്ത് സാധാരണ പ്രവർത്തകർ. വിശാഖപട്ടണത്തെ പാർട്ടി പ്രവർത്തകർ എത്രമാത്രം ആവേശത്തിലാണെന്ന് ഇവിടെ ഒഴുകിയെത്തുന്ന ജനക്കൂട്ടം വ്യക്തമാക്കുന്നു. തൊഴിലാളി വർഗത്തിന് ഇത് ഉത്സവ നാളുകൾ. വിശാഖപട്ടണത്തെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ക്യാമറാമാൻ ദിലീപ് ഗോപിക്കൊപ്പം സാലിം മുഹമ്മദ്. BJPക്കും കോൺഗ്രസിനും വെല്ലുവിളി ഉയർത്തി 6 ജനതാ പരിവാർ പാർട്ടികൾ ലയിച്ച ഒറ്റ പാർട്ടിയായി. സമാജ്വാദി പാർട്ടി നേതാവായിരുന്ന മുലായം സിംഗ് യാദവിനെ പാർട്ടി ചെയർമാനായി തെരഞ്ഞെടുത്തു. പുതിയ പാർട്ടിയുടെ പേരും കൊടിയും ചിഹ്നവും പിന്നീട് തീരുമാനിക്കും. ദില്ലിയിലെ മുലായം സിംഗ് യാദവിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് 6 പാർട്ടികളുടെ നേതാക്കൾ സംയുക്തമായി ലയന പ്രഖ്യാപനം നടത്തിയത്. പഴയ ജനതാ പാർട്ടിയിൽ നിന്നും വിഘടിച്ചു പോയ 6 പാർട്ടികളുടെ ലയനം ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കും. സമാജ്വാദി പാർട്ടി, ജനതാദൾ യുണൈറ്റഡ്, ജനതാദൾ സെക്കുലർ, രാഷ്ട്രീയ ജനതാദൾ, ഇന്ത്യൻ നാഷണൽ ലോക്ദൾ, സമാജ്വാദി ജനതാ പാർട്ടി എന്നിവരാണ് ലയിച്ച് ഒറ്റ പാർട്ടിയായത്. പുതിയ പാർട്ടിയുടെ അധ്യക്ഷനായി സമാജ്വാദി പാർട്ടി നേതാവായിരുന്ന മുലായം സിംഗ് യാദവിനെ തിരഞ്ഞെടുത്തു. പാർട്ടിയുടെ പേര്, കൊടി, തിരഞ്ഞെടുപ്പ് ചിഹ്നം എന്നിവ പിന്നീട് തീരുമാനിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. Work out the other formalities like the symbol, flag, all these things is already mentioned. We have unanimously agreed under his chairmanship all other formalities is going to be fulfilled. മോഡി സർക്കാരിന്റെ ജനവിരുദ്ധ വർഗീയ നിലപാടുകൾക്കെതിരെ പോരാടുകയാണ് പുതിയ പാർട്ടിയുടെ പ്രഥമ കടമയെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായി 5 അംഗ സമിതിയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയിൽ നിന്നേറ്റ കനത്ത തിരിച്ചടിയാണ് ജനതാ പാർട്ടികളെ ലയനത്തിന് പ്രേരിപ്പിച്ചത്. വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പായിരിക്കും പുതിയ പാർട്ടിയുടെ ഭാവി നിശ്ചയിക്കുക. ബീഹാറിൽ BJPയെ തടയാനായാൽ പുതിയ പാർട്ടി ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമായി മാറും. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. MLA-മാരെ നിരീക്ഷിച്ച സംഭവത്തിൽ RSPയും ജനതാദളും കോൺഗ്രസിന് കീഴടങ്ങുന്നു. നാളത്തെ UDF യോഗത്തിൽ ഇരു കക്ഷികളും വിഷയം ഉന്നയിക്കില്ല. PP തങ്കച്ചൻ RSP ദൾ നേതാക്കളുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ക്ലബ്ബുകൾക്ക് ബാർ ലൈസൻസ് തുടരണമോ എന്ന കാര്യത്തിലും നാളത്തെ UDF യോഗത്തിൽ തീരുമാനമുണ്ടാകും. അതേസമയം ഒരു MLA-യും നിരീക്ഷിക്കുന്ന സംവിധാനം UDF-ൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. PP തങ്കച്ചൻ തന്നെ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. ആരാണ് വിവാദത്തിന് പിന്നിലെന്ന് അറിയില്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സരിതയുടെ കത്ത് പിടിച്ചെടുത്ത അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട PC ജോർജ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. കത്തിന് പിന്നിൽ ആരുടെയെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. സരിത കാണിച്ച കത്തിൽ ജോസ് കെ മാണിയുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുസേവകൻ ഒരു സ്ത്രീയെ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണ വിധേയമാക്കണം. പ്രതിപക്ഷ നേതാവിന് ഒരു നീതി, ജോസ് കെ മാണിക്ക് വേറൊരു നീതി എന്നത് അംഗീകരിക്കാനാവില്ലെന്നും PC ജോർജ് കത്തിൽ ആവശ്യപ്പെട്ടു. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നിറവിൽ ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷിച്ചു. കൈനീട്ടം നൽകിയും ക്ഷേത്രങ്ങളിൽ പോയി പ്രത്യേക പ്രാർത്ഥന നടത്തിയുമാണ് വിഷു ആഘോഷം ഗംഭീരമാക്കിയത്. ശബരിമലയിൽ പ്രത്യേക പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ വിഷുക്കണി ദർശനവും. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് വിഷുക്കണി ദർശിക്കാനായി എത്തിയത്. മമ്മൂട്ടിയുടെ വിഷുചിത്രമായ ഭാസ്കർ ദി റാസ്കൽ ഇന്ന് തിയേറ്ററുകളിലെത്തി. വമ്പൻ വരവേൽപ്പാണ് ചിത്രത്തിന് ലഭിച്ചത്. മാർത്താണ്ഡൻ സംവിധാനം ചെയ്യുന്ന അച്ചാദിൻ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ മമ്മൂട്ടിയും അണിയറ പ്രവർത്തകരും വിഷു ആഘോഷിച്ചു. ആഘോഷ കാഴ്ചയിലേക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായ അച്ചാദിന്റെ ലൊക്കേഷനിലാണ്. ഇവിടെ ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഇത് കഴിഞ്ഞ ഉടനെ വിഷു ആഘോഷങ്ങൾ തുടങ്ങുകയായി. മമ്മൂക്ക, മറ്റ് ആക്ടേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്.
വിശ്വചിത്രമായ ഭാസ്കർ ദ റാസ്കൽ മോർണിംഗ് ഷോ തന്നെ എല്ലാ തിയേറ്റേഴ്സിലും ഹൗസ്ഫുള്ളായി പോകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ വിഷുദിനം സന്തോഷത്തിൻ്റെ ദിനത്തിൽ മമ്മൂക്ക എങ്ങനെയാണ് മമ്മൂക്കയുടെ സന്തോഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്? എനിക്കിത് ഈ സിനിമയുടെ ആളുകൾ ഇത് സ്വീകരിച്ച് എനിക്ക് തന്നൊരു വിഷു കൈനീട്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എല്ലാവർക്കും വളരെ നന്ദി. എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുവാശംസ. അപ്പോൾ മമ്മൂക്ക പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു വിഷു കൈനീട്ടമായിരുന്നു ഈ ചിത്രം. നല്ലൊരു വിഷുസദ്യയുടെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. നമ്മളിവിടെ മമ്മൂക്കയും മറ്റുള്ള ആക്ടേഴ്സിനെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കക്ക് കൈരളിയുടെ പ്രേക്ഷകരുടെ ഒരു ഹാപ്പി വിഷു. താങ്ക് യു. സെയിം ടു യു. ഓക്കെ, മമ്മൂക്കക്ക് ഇന്നൊരു സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഭാസ്കർ ദ റാസ്കൽ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പ്രേക്ഷകരുമായിട്ട്. എല്ലാവർക്കും നന്ദി. ഈ വിഷു കൈനീട്ടത്തിന് മലയാളത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുവാശംസ. മമ്മൂക്ക ഇപ്പോൾ ഉള്ളത് അച്ചാദിൻ്റെ ലൊക്കേഷനിലാണ്. ഇവിടെ ഇപ്പോൾ സദ്യവട്ടങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. മമ്മൂക്ക മറ്റുള്ള അച്ചാദിൻ്റെ എല്ലാ ക്രൂസും ഇവിടെ ഉണ്ട്. അവരെല്ലാവരും ചേർന്ന ഒരു അടിപൊളി വിഷു ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ്. മമ്മൂക്ക അച്ചാദിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് 1-2 വാക്ക് പ്രേക്ഷകർക്ക് വേണ്ടി. ഊണ് കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ലെന്നാണ്. ഊണ് കഴിക്കുമ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊണ്ടേ കെട്ടുകയോ തലേ കയറുകയോ ചെയ്യും. അച്ചാദിനെ പറ്റി ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഇതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പറയാം. അച്ചാദിൻ്റെ ഡയറക്ടർ മാർത്താണ്ഡൻ സാർ ഇവിടെയുണ്ട്. നമുക്ക് മാർത്താണ്ഡൻ സാറിനോട് ചോദിക്കാം. സാർ, എങ്ങനെയുണ്ട് സാർ ഈ കൊല്ലത്തെ വിഷു? ഇപ്പോഴത്തെ വിഷു സാറിൻ്റെ എല്ലാ പടവും റിലീസ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത്. അപ്പോൾ ഭാസ്കർ റാസ്കൽ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അതാണ്. മമ്മൂക്കയായിട്ട് ഇപ്പോൾ ഒരു 2ാമത്തെ മൂവിയാണല്ലോ. സാറിനെ വെച്ച് വീണ്ടും പടം ചെയ്യാൻ അതിന് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. ഞാനിവിടെ ഇരിക്കാൻ കാരണം സാറാണ്. അപ്പോൾ പിന്നെ അതേകൊണ്ട് എനിക്ക്. സാറിന് ഈ വിഷു ദിനത്തിൽ കൈരളിയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താ? പ്രേക്ഷകരോട് എൻ്റെ വിശ്വാസംസോടൊപ്പം അച്ചാദിൻ എല്ലാ സപ്പോർട്ടും തരണമെന്നുള്ളതാണ്. ഓണസദ്യയോളം വരില്ലല്ലോ അല്ലേ? എല്ലാം ഉണ്ട്. അത്യാവശ്യമൊക്കെ ഉണ്ട്. നമ്മൾ ചെറിയ മട്ടത്തിൽ ഇങ്ങനെ കുഴപ്പമില്ല. നിങ്ങൾ ഊണ് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. നമ്മളുടെ ഏവരുടെയും പ്രിയപ്പെട്ട രതീഷ് ഏട്ടൻ്റെ മകൻ പത്മരാജ് ഈ സിനിമയിൽ ഒരു ലീഡ് റോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അച്ഛൻ്റെ ഒപ്പം മമ്മൂക്ക ഒരുപാട് കോമ്പിനേഷൻ സീൻസിൽ വരുന്നിട്ടുണ്ട്. മമ്മൂക്ക ഇസ് എ ലെജൻഡ് ആൻഡ് ഫസ്റ്റ് മൂവി മമ്മൂക്കയുടെ കൂടെ ചെയ്ത് സെക്കൻഡ് മൂവി മമ്മൂക്കയുടെ കിട്ടുന്നത് ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. സോ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിൽ ഐ എം വെരി ഹാപ്പി. നല്ലൊരു വിഷയമാണ്.